ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 25 ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം. ഒരു സംഭവം ഇവിടെ വിവരിക്കുകയാണ്, നടന്ന സംഭവം ഇവിടെ വിവരിക്കുകയാണ്. ആദ്യം ഈ സംഭവത്തിലേക്ക് നമുക്ക് നോക്കാം, എന്നിട്ട് അതിലെ ചില പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്, അതായത് ശമൂവേൽ ഇവരോട് സംസാരിച്ചിട്ട് ആണ് ഇസ്രായേൽ ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നത്. അവർ ഇസ്രായേൽ ഇപ്പുറത്തും അതുപോലെ ഫെലിസ്ത്യർ അപ്പുറത്തുമായിട്ട് പടനിരന്നു, യുദ്ധം നടന്നു. പക്ഷേ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേർ മരിക്കേണ്ട ഇട വന്നു. അപ്പം പടജനം പാളയത്തിൽ വന്നിട്ട് അത് ചിന്തിക്കുകയാണ്, ഇന്ന് യഹോവ നമ്മളെ ഇങ്ങനെ തോൽക്കുമാറാക്കിയതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ അത് അവർ ചിന്തിച്ചിട്ട് അവരൊരു പോംവഴി ചെയ്തത്, നാം ശീലോവിൽ വന്ന് യഹോവയുടെ നിയമപെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. ശീലോവിലാണ് നിയമപെട്ടകം ഇരിക്കുന്നത്. ആ നിയമപെട്ടകം ഇന്ന് ഈ പാളയത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ജയിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് അതിനോടൊപ്പം ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടകം പാളയത്തിൽ വന്നപ്പോഴത്തേക്ക് ജനമെല്ലാം കൂടെ ആർത്തു വിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായ ഒച്ചയും ശബ്ദമൊക്കെ കേട്ടു. അപ്പോൾ അത് ഫെലിസ്ത്യ പാളയത്തിൽ കേട്ടു. ഫെലിസ്ത്യ ആളെയും അവർ മനസ്സിലാക്കി അന്വേഷിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇത്രയും ബഹളവും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ നിയമപെട്ടകം അവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവർ മനസ്സിലാക്കുന്നു. അയ്യോ, ഈ ദൈവമാണ് മിസ്രയീമിൽ നിന്ന് അവരെ കൊണ്ടുവന്നതും അത്ഭുതങ്ങൾ ചെയ്തതും. അവിടെ രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം. നമ്മൾ അധ്യായങ്ങളൊക്കെ പറയുമ്പോൾ 50-ാം അധ്യായം എന്നൊക്കെ പറയുമ്പം 50-ാം അധ്യായത്തിൽ മാത്രമായിട്ടൊരു കാര്യം എന്നൊക്കെ നമുക്ക് പൊതുവെ തോന്നും. 50-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 50-ാം അധ്യായത്തിൽ മാത്രമൊന്ന്, 51-ാം അധ്യായത്തിൽ വേറൊന്ന്, 52-ൽ വേറൊന്ന്. ഒരിക്കൽ നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ എങ്ങനെയാണ് 51, 52, 51 അധ്യായങ്ങൾ ഇട്ടാൽ തന്നെ ആ അധ്യായങ്ങൾക്ക് ഏതെങ്കിലും ടൈറ്റിൽ കൊടുത്താൽ തന്നെ അപ്പോൾ അതൊക്കെ തന്നെ തുടർച്ചയായ ഒരു കഥയുടെ ഭാഗമല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. 50ൻ്റെ തുടർച്ച തന്നെയാണ് 51-ലും. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ 50-ലും വായിക്കുന്നത്. ഇതെല്ലാം ഇസ്രായേലിനോട് സംസാരിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവരോട് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വിറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അപ്പോൾ ദൈവമാണ് യഥാർത്ഥ വിറ്റുകളഞ്ഞതിന് കാരണക്കാരായത് നിങ്ങൾ തന്നെ. അപ്പം നിങ്ങളാണ് നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞെന്നാണ് ദൈവമാണ് പറയുന്നത്. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അമ്മ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? എന്നിട്ട് പറയാണ് വീണ്ടെടുപ്പാൻ. അപ്പോൾ ഇത് ഇപ്പോൾ പറയുന്നതും ഇനി പറയാനിരിക്കുന്ന കാര്യത്തിനും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് വാക്യമായിട്ട് നമുക്കതിനെ കാണാം. വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം. ആ വാക്യം ഇതാണ്, വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അപ്പം വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല. വിടുവിക്കാൻ കഴിയാതെ വിധം എനിക്ക് ശക്തിയില്ലാതെയുമില്ല. എനിക്ക് ശക്തിയുണ്ട്, വിടുവിപ്പാനും ശക്തിയുണ്ട്, വീണ്ടെടുപ്പാൻ എനിക്ക് കഴിയുകയും ചെയ്യും. എന്നിട്ട് ആണ് ഇനി വരാനിരിക്കുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാമം തന്നിരിക്കും. ഈ എനിക്ക് ആരും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവിൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തുനിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ, ഇനി അത് വായിച്ചു വരുമ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ആരെയാണ് ഞാൻ എന്ന് ആരാണെന്നവിടെ മനസ്സിലാവും. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആർ? അവനിങ്ങി വരട്ടെ.
ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവർ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും. എന്നിട്ട് വീണ്ടും താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നവനാർ. അപ്പോൾ ഇത് ഇത്രയും യേശുക്രിസ്തു താൻ തന്നെക്കുറിച്ചും തൻ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നത് ആ കാര്യത്തെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് യേശുക്രിസ്തു പറയുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ. ഇത് യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിസ്തു പറയുന്ന അത് എല്ലാ യെശയ്യാ പ്രവാചകൻ തന്നെയാണ് പറയുന്നത്. അത് ഓരോന്ന് വായിക്കുമ്പോൾ നമ്മളിത് ആര് പറയുന്ന രീതിയിലാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ആർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ളതാണ്. ആദ്യം യഹോവയ്ക്ക് വേണ്ടി പറഞ്ഞു, അത് കഴിഞ്ഞ് ക്രിസ്തുവിനായി പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പറയുന്നത് താൻ തന്നെ പറയുകയാണ്, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്കായിട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിൽ നടപ്പിൻ. എൻ്റെ കയ്യാൽ ഇത് സംഭവിക്കും, നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. അത് ദൈവമാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നതിലൊരു കാര്യം, ക്രിസ്തു എങ്ങനെയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നത്. ദൈവം അടി കൊടുത്താലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും മനുഷ്യർ തല്ലിയാലും ഒക്കെയും അത് തനിക്ക് നിന്ന് സംഭവിക്കുകയില്ല. കഞ്ചാൽ അതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്. യേശുക്രിസ്തു തെറ്റ് ചെയ്തിട്ടോ ആരുടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊലരുതായ്മ ചെയ്തിട്ടോ അല്ല അടി കൊള്ളുന്നത്. അങ്ങനെയായിരിക്കണം, അങ്ങനെ കൊള്ളുമ്പോഴേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അടി കൊണ്ടിട്ട് എനിക്കിതൊക്കെ ദൈവം വെച്ചിട്ടുള്ളതാണ്, ഞാൻ നിന്ദിക്കപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ക്രിസ്തുവിനെ പോലെ തെറ്റ് ചെയ്യാതിരുന്നിട്ട് കുറ്റം സഹിക്കേണ്ടി വന്നാൽ അത് ദൈവത്തിൻ്റെ പ്രസാദം. അവിടെയാണ് ആ പ്രസാദം ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം സകല നാമത്തിന് മേലായി നാമമാക്കി യേശുക്രിസ്തുവിനെ മാറ്റിയത്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃക. ഇതിനപ്പുറത്തൊരു മാതൃകയില്ല. ആ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം യേശുവിൽ പ്രസാദിച്ചതുപോലെ നമ്മളിലും പ്രസാദിക്കും. ഇതിലൊക്കെ നമ്മുടെ മനോഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ആണ് ഇവിടുന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 51-ാം അധ്യായത്തിലും ഈ ജനത്തെ കൊണ്ട് സംസാരിക്കുന്നത് യെശയ്യാവ് തുടരുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതൊന്നും ഓരോ അധ്യായങ്ങളായി മാത്രം നിൽക്കുന്നവയല്ല, തുടർച്ചയായ പല കാര്യങ്ങളുടെയും തുടർച്ച തന്നെയാണ്. വെളിപാട് പുസ്തകം 10-11 അധ്യായങ്ങളാണ് മൂന്നാമത്തെ വായനയ്ക്കായിട്ട് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അതിൽ 10-ാമത്തെ അധ്യായത്തിൽ അപ്പം ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ദൂതനെക്കുറിച്ച് പറയുന്നത്, അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ഇത് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച അദ്ദേഹം കണ്ടതുപോലെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾക്കൊക്കെ ഇതൊന്നും ഒരു വെറും കാഴ്ചകളല്ല. ഈ കാഴ്ചകളുടെയൊക്കെയും പിന്നിൽ കാഴ്ചയുടെ അർത്ഥവുമുണ്ട്. പക്ഷേ യോഹന്നാനോട് പറഞ്ഞത് നീ കണ്ടതൊക്കെ എഴുതുക എന്നാണ്. അപ്പോൾ കണ്ടതൊക്കെ കണ്ടതുപോലെ എഴുതുക എന്നുള്ള ജോലി മാത്രമേ യോഹന്നാനുള്ളൂ. അത് വ്യാഖ്യാനിക്കുകയോ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ജോലി യോഹന്നാനെ ഏൽപ്പിച്ചിട്ടില്ല. യോഹന്നാൻ ഈ പുസ്തകത്തിൽ ഒരിടത്തും അത് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കയ്യിലൊരു തുറന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിൽ മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും കേട്ടു. അപ്പോൾ എഴുതാൻ പറഞ്ഞു മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. ഈ സമുദ്രത്തിന്മേലും ഭൂമിയിൽ നിൽക്കുന്ന ഈ ദൂതൻ ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, ഇനി കാലമുണ്ടാകുകയില്ല. നമ്മളിന്ന് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മൾക്കൊരു കണക്കുണ്ട്. നമുക്കിപ്പം ഇത്ര വയസ്സായി എന്ന് പറയുന്നത്, ഇത്രാമത്തെ വർഷം ഇത്രാം തീയതി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം ഇന്ന സമയത്ത് ഇന്ന കാര്യം നമ്മൾ ചെയ്യും. അടുത്ത വർഷം വീടിൻ്റെ പണി, ഇതൊക്കെ നമ്മളൊരു കാലക്കണക്കിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശനി ഞായർ തിങ്കൾ കാണത്തില്ല, ജനുവരി ഫെബ്രുവരി മാർച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ 1999, 2000, 2024 ഇങ്ങനെയുള്ള കാലങ്ങളൊന്നും ഇനി കാണുകയില്ലെന്നാണ്. അപ്പോൾ കാലം ഇനി ഉണ്ടാകുകയില്ല. കാലമുണ്ടാകും.
എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭൂമിയും കാലവുമുണ്ട്. പക്ഷേ ആ കാലം നമ്മളിന്ന് പറയുന്ന പോലത്തെ ഒരു കാലക്കണക്ക് നമുക്ക് ഗ്രഹിച്ചെടുക്കാനൊക്കാത്ത വിധമുള്ളൊരു കാലം. അതാണ് പറയുന്നത്. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാതിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരെ പ്രവാചകന്മാർ അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പോൾ ഇത് അവിടെ ഒരു സത്യം ചെയ്യുകയാണ് ദൂതൻ. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലായി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടൊരു കാലമുണ്ട്. ആ സൃഷ്ടിച്ചവനായി, ആ സൃഷ്ടിച്ച ദൈവം, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം എന്നാണ് നമ്മളിവിടെ എഴുതി കാണുന്നത്. അപ്പം പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ സൃഷ്ടി മുതൽ ഉള്ള കാലത്ത് ജീവിച്ചിരുന്ന ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ള ദൈവം. ആ ദൈവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ചിലർ പറയുന്നത് എന്താണ്, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ഒന്ന്, പുതിയ നിയമത്തിലെ ദൈവം വേറൊന്ന്. ഇത് ബൈബിൾ പറയാത്ത കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം അങ്ങനെ പറയാൻ. അതില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഉണ്ടാകും. ഇപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പും പുതിയ നിയമത്തിൻ്റെ ഇന്ന് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടതിന് ശേഷവും ഒക്കെ ദൈവം ഒരേ ദൈവം തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അത് ആ ദൈവം, അത് അന്നും ഇന്നും ഒരേ ദൈവം തന്നെയാണ്. പിന്നെ ആ ശബ്ദം യോഹന്നാനോട് വീണ്ടും സംസാരിക്കുകയാണ്. നീ ഇപ്പോൾ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങി തിന്നുക എന്ന് പറഞ്ഞു. ഞാൻ ആ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തരുവാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഇത് വാങ്ങി തിന്നുക, അതിൻ്റെ വയറിനെ കൽപ്പിക്കും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പുസ്തകം വാങ്ങി തിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുസ്തകം വാങ്ങി തിന്നുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുസ്തകം, ഇതെല്ലാം ആത്മഭവിഷ്യതയിലാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആത്മഭവിഷ്യതയിൽ അല്ലെങ്കിൽ ഒരു പിന്നെ മയക്കത്തിലാണ് ഇതൊക്കെ സംഭവം. അപ്പം നമ്മളിപ്പോൾ സ്വപ്നത്തിൽ ഒരു കാര്യം കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പം സ്വപ്നത്തിൽ നമുക്കെല്ലാം നടന്നതുപോലെ തന്നെയാണ് നമുക്ക് കാണുന്നതും അറിയുന്നതും. നമ്മൾ സ്പർശനം അറിയും, നമ്മൾ ദേഷ്യം വരും, അല്ലെങ്കിൽ സങ്കടം വരും. ഇതൊക്കെ സ്വപ്നത്തിൽ ഉറക്കത്തിൽ കിടന്ന് കരയുന്ന കണ്ടിട്ടില്ല, നമ്മൾ കരഞ്ഞിട്ടില്ലേ ചിലരൊക്കെ? അപ്പോൾ അതൊക്കെ ആ തരത്തിൽ ആ പുസ്തകം വാങ്ങി തിന്നു. അതെൻ്റെ വായ തേൻ പോലെ മധുരമായിരുന്നു. തിന്ന് കുറച്ച് കഴിഞ്ഞപ്പം വയറ് കഴിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ആ ദൂതൻ പറയുന്നത്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ, പല രാജാക്കന്മാരുടെ കാലത്തുമൊക്കെ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ കാഴ്ചകളാണ്. അത് ആ കാഴ്ചകൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ കാഴ്ചകൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കില്ല. ആ കാഴ്ചകളുടെ പുറകിലൊക്കെ കാര്യമുണ്ട് എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ ഇത് കാണുന്നത് ഇങ്ങനെയാണ്, പക്ഷെ നടക്കുന്നത് ഇങ്ങനെയാണ്. ഈ നടന്നതിൻ്റെ പിന്നെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതാണ് നമ്മൾ ഇതിനകത്ത് ഈ വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും. 11-ാമത്തെ അധ്യായം. പിന്നെ ദണ്ട് പോലുള്ളൊരു കോല എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രകാരം അത് അളക്കാതെ ജാതികൾക്ക് വിട്ടേക്കാൻ പറയും. പിന്നെ നടക്കാനിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, അവർ വിശുദ്ധ നഗരത്തെ പറയുന്നത് കേൾക്കുന്നതാണ്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ആ 42 മാസത്തിൻ്റെ ഒരു കണക്ക് താഴെ പറഞ്ഞിട്ടുണ്ട്. 1260 ദിവസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും, അവർ രട്ടെടുത്തും കൊണ്ട് പ്രവചിക്കും. അപ്പം ഇത് എന്നിട്ട് പറയണം, അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അപ്പോൾ 2 മനുഷ്യരാണ് പറയുന്നത്. ആ 2 മനുഷ്യർ അവർ 2 ഒലിവ് വൃക്ഷങ്ങളാണ്, അല്ലെങ്കിൽ 2 നിലവിളക്കുകളും ആണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്ന്. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്നും തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കൾ ദഹിപ്പിക്കും. അപ്പം വരാനിരിക്കുന്ന 2 വ്യക്തികളാകാം, 2 പിന്നെ അധികാരത്തിലുള്ളതാകാം, എന്ത് വേണേലും ആകാം. അപ്പം അവിടെ അവരോട് എതിർക്കാൻ പോകുന്നവരെ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ച് കളയുക. തീ ആയിരിക്കില്ല പുറപ്പെട്ടിരുന്നത്, അവരുടെ ശക്തി, ദൈവം അവർക്ക് കൊടുത്ത ശക്തിയായിരിക്കും ഈ തീ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അവരിൽ നിന്ന് അവരവരുടെ ശത്രുക്കളെയൊക്കെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് എത്ര? 1260 ദിവസം, 42 മാസം
അവർ പ്രവചിക്കും. ആ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധകൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, നമുക്ക് ഏലിയ പ്രവാചകനെ പറയുമ്പോൾ നമ്മൾ എന്താണ്, ഏലിയ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സംസാരിച്ചു, 3.5 വർഷം മഴയില്ലാതായി. അത് കഴിഞ്ഞ് ഏലിയ പ്രവാചകൻ വീണ്ടും മഴ പെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അപ്പോൾ ഇത് മനുഷ്യനാൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതും മനുഷ്യനാൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തില്ലെങ്കിൽ സംഭവിക്കില്ല, അത് സത്യമാണ്. പക്ഷേ മനുഷ്യനിലാണ്. അപ്പോൾ നമ്മൾ ഏലിയ പ്രവാചകൻ 3.5 വർഷം മഴ ഇല്ലാതാക്കി എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. ദൈവമാണ് ചെയ്തതെങ്കിലും അതുപോലെ ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു കാര്യമാണ് കാണുന്നത്. അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പോൾ ദൈവം കൊടുത്ത അധികാരമാണ്. ആ അധികാരമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. യേശുക്രിസ്തു അത്ഭുതം ചെയ്തിട്ടുണ്ട്. 4 ദിവസം മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പം ഇവർ ഇങ്ങനെ ആണെങ്കിലും ഇവർക്ക് ഈ ശക്തിയൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിലും, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ വെട്ടി അവരെ കൊന്നുകളയും. അപ്പോൾ ഈ മൃഗം എന്നൊക്കെ പറയുന്നത് വേറൊരു അധികാരത്തിലുള്ള വേറൊരു രാജ്യം ആയിരിക്കാം, വേറൊരു രാജാവായിരിക്കാം, വേറൊരു ചക്രവർത്തി ആയിരിക്കാം. എന്തായാലും അവിടെ ഒരു മൃഗത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഈ 2 പേരുടെയും ശവം അവിടെ കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. 3.5 ദിവസം അവരോട് മരിച്ചു കിടക്കും. മരിക്കുന്ന ആരാ? മനുഷ്യനല്ലാതെ വേറെ ആരെങ്കിലും മരിക്കുമോ? ദൈവദൂതൻ മരിച്ചു കിടക്കുമോ? വേറെ ആരും മരിച്ചു കിടക്കില്ല. അപ്പോൾ ഇവിടെ വന്നത് 2 പേരും മനുഷ്യർ തന്നെയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ ശവം കല്ലറയിൽ വെൽപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ചാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ കുറേ ആൾക്കാർ സന്തോഷിച്ചതുപോലെ ഇവർ മരിക്കുമ്പോഴും കുറേ ആൾക്കാർ സന്തോഷിക്കും, അന്യോന്യം സമ്മാനം കൊടുത്തയക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സമ്മാനം കൊടുത്തയക്കാനും ഒക്കെ ചെയ്ത സംഭവം നടക്കാൻ തക്കവണ്ണം എന്തോരം വലിയ പ്രവൃത്തിയാണ് അവർ ഭൂമിയിൽ ചെയ്തിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും ശത്രുക്കൾ ഉണ്ടാകാൻ തക്കവണ്ണം, ഇത്രയും പേര് സന്തോഷിക്കാൻ തക്കവണ്ണം ഇവരുടെ മരണത്തിൽ അത് ഒരു സംഭവം ഉണ്ടായതിനെ നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു കാഴ്ച, ഒരു വലിപ്പം നമ്മുടെ മനസ്സിലുണ്ടാകണം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരുടെ ശവം 3.5 ദിവസം കണ്ടു അല്ലെങ്കിൽ കാണും. അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ സമ്മതിച്ചില്ല. ഈ പ്രവാചകന്മാർ ഇത് അവർ ആനന്ദിക്കുകയും സമ്മാനങ്ങൾ കൊടുത്തേക്കുകയും ചെയ്തു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 3.5 ദിവസം അവരുടെ ശവം കല്ലറയിൽ അടക്കിയില്ല. അവർ ഇത്രയും വലിയ ശക്തികളൊക്കെ കാണിച്ചെങ്കിലും അവർ മരിച്ചു. അപ്പോൾ ഈ മരിച്ചതിനും ഇടയാക്കിയത് ദൈവമാണ്. അവർക്ക് അധികാരം കൊടുത്ത് അവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തതും ദൈവമാണ്. അവർ ഈ ജനമൊക്കെ സന്തോഷിക്കാനും സമ്മാനം കൊടുത്തയക്കാനും ഇടയാക്കിയതും ദൈവമാണ്. എന്നാൽ 3.5 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ശ്വാസം വന്നു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ കണ്ടവരൊക്കെയും ഭയപരവശരായി. അപ്പോൾ ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും ഈ കാഴ്ചയും കാണും. കാണുന്നതിന് പല കാര്യങ്ങൾ ആൾക്കാർ ഇതിനൊക്കെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഇന്ന് ടെലിവിഷൻ്റെയൊക്കെ കാലത്ത് അത് ലോകം മുഴുവൻ കാണാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ആ തരത്തിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ കാണാൻ എളുപ്പമാണ്. ശരി, അതിനെന്താണെന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നുമില്ല. പക്ഷേ ഇവിടെ അവർ പരവശരായി. ഇവിടെ കയറി വരുവനെന്ന് സ്വർഗത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ശേഷിച്ചവർ ദൈവത്തിന് മഹത്വം കൊടുത്തെങ്കിൽ ഈ സംഭവം പറയുകയും അറിയുകയും ചെയ്ത ലോകത്തെ ഇവരിലൂടെ പറഞ്ഞറിയിക്കുന്ന എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയാവും. അപ്പോൾ ഈ കാഴ്ച കണ്ടവർ, ഇപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് കാണുന്നവർ, ക്രിസ്തുവിൻ്റെ ഒരു വിവരം ഇന്ന് ഇന്ത്യയുടെ അറ്റത്ത് വരെ എത്തുന്നത് എങ്ങനെയാണ്? അത് പറഞ്ഞാണ് എത്തുന്നത്. വെച്ചാൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം. ലാസറിനെ ഉയർത്തപ്പോൾ അവിടെ ചെറിയൊരു ഗ്രാമത്തിലാണെങ്കിൽ സംഭവിച്ചെങ്കിൽ ഇസ്രായേൽ മുഴുവനും അടുത്തുള്ള ദേശങ്ങളിലും രാജ്യങ്ങളിലും ഈ സംഭവം അറിയാൻ തക്കവണ്ണം ഇടയായി. എങ്ങനെയാണ്? ഇത് പറഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി കേട്ടവർ അയ്യോ അങ്ങനെ സംഭവിച്ചു, അതങ്ങനെയാണോ? അതിശയത്തോടെ ഈ കാര്യങ്ങളൊക്കെ
കേട്ട് അവൻ രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു എന്നാണ് അടുത്ത് വായിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു കഷ്ടം കഴിഞ്ഞു, ഇനി 2 കഷ്ടങ്ങൾ വരെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ കഷ്ടവും കഴിഞ്ഞതിനെക്കുറിച്ച് വായിക്കുന്നു. ഇനി മൂന്നാമതൊരു കഷ്ടമുണ്ട് എന്ന് പറയുന്നു. അത് ഈ ഇപ്പം വായിക്കാൻ വരുന്നതാണോ നമുക്ക് നോക്കാം. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അപ്പം ഇതിനു മുമ്പ് നടന്ന സംഗതികളിലൊന്നും ഈ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം ആയി വന്നില്ല. നമ്മളിപ്പോൾ യേശു രാജാവ് എന്നൊക്കെ നമ്മൾ ഇന്നും വായിക്കുമ്പോൾ, പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇന്നും യേശു ക്രിസ്തു രാജാവല്ല. പക്ഷേ രാജാവായി വരുവാനുള്ളത് യേശു ക്രിസ്തു തന്നെയാണ്. അപ്പം യേശുക്രിസ്തു രാജാവായി വരാൻ ദൈവം വെച്ചിരിക്കുന്നൊരു കാലഘട്ടമുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി മുതലുണ്ടെങ്കിലും യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയായി വരുന്നത് മറിയ ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോഴാണ്, ആ കാലത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നമുക്ക് അവർക്ക് അന്ന് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മശിഹായെക്കുറിച്ചുള്ള അറിവും വരുന്നതിനെക്കുറിച്ചുള്ള അറിവും പ്രവചനവും അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും ഒരു മശിഹ ഉണ്ടെന്നുള്ളത്, മശിഹ വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഒരു രാജാവ്, സർവ്വഭൂമിയും വാഴുവാനിരിക്കുന്ന രാജാവായി യേശുക്രിസ്തു നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അന്ന് യേശുക്രിസ്തു ജനിച്ചിട്ടില്ലാത്തതുപോലെ ഇന്നും ഈ രാജ്യത്വം യേശുക്രിസ്തുവിന് സ്ഥിരമായിട്ടില്ല, അല്ലെങ്കിൽ അത് രാജ്യത്വത്തിലേക്ക് യേശുക്രിസ്തു വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന സ്വർഗത്തിൽ നിന്ന് മഹാഘോഷമുണ്ടായി. അപ്പം അത് കാണുന്നത് എന്താണ്? യേശുക്രിസ്തു എന്നേക്കും വാഴും എന്ന് പറയുന്നൊരു കാഴ്ചയാണ്. അപ്പം അത് വായിക്കുമ്പോൾ ലോകരാജ്യത്വം ആണ് ക്രിസ്തുവിനായിത്തീരുന്നത്. അപ്പോൾ ലോകത്ത് പിന്നെ വേറെ പ്രധാനമന്ത്രിമാരില്ല, രാജാക്കന്മാരില്ല, പ്രസിഡന്റുമാരില്ല. ലോകത്തിൻ്റെ സകല രാജ്യത്വവും യേശുക്രിസ്തുവിലേക്കായി മാറുകയാണ്. ലോകം യേശുക്രിസ്തു ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ലോകത്ത് പിന്നെ അധികാരങ്ങളൊന്നുമില്ല. സർവവും ദൈവത്തിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവം അനുവദിച്ച് അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ മനുഷ്യൻ്റെ കരങ്ങളുടെ കീഴിലായിത്തീരുകയാണ്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. അവിടെയാണ് ദൈവസന്നിധിയിൽ സിംഹാസനത്തിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. അപ്പോൾ ഇവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. പഴയ നിയമത്തിലൊരു ദൈവം, പുതിയ നിയമത്തിൽ വേറൊരു ദൈവം എന്ന് വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ഒരു അറിവിനായിട്ട് അവരുടെ മനസ്സിനെ തിരുത്താനുള്ളൊരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. മുമ്പ് ദൈവമായിരുന്നവനും ഇന്ന് ദൈവമായിരിക്കുന്നവനുമായുള്ള, അല്ല ഈ കസേരയിൽ ഇരുന്നവനും എഴുന്നേറ്റ് നിന്നവനും ഇരുന്നവനും എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. ഇരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ഇരുന്നു എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നു പലപ്പോഴും. ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ള, അപ്പോൾ ഇപ്പോഴും വാഴുന്നവനും മുമ്പും വാണുകൊണ്ടിരുന്നവനുമായുള്ള ദൈവമേ, കർത്താവ് സർവ്വശക്തിയുള്ള ദൈവമേ. സർവ്വശക്തിയുള്ള ദൈവമാണോ? നമുക്കറിയാവുന്ന മറ്റേത് ഏതെങ്കിലും ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണോ? യഹോവയായ ദൈവമല്ലാതെ സർവ്വശക്തിയുള്ള ദൈവം വേറെ ആരുമില്ല. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. ഈ കതിരിൽ വളം വയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലിത്, മറിച്ച് അടിസ്ഥാനത്തിൽ തന്നെ. ഇനി അടിസ്ഥാനത്തിൽ അത് ആർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരം. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇത് മനസ്സിലാക്കി തൻ്റെ വിശ്വാസത്തെ തിരുത്താനുള്ളൊരു അവസരം ദൈവം തന്നിരിക്കുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പം വന്നുപോയ കുറവിനെ അല്ലെങ്കിൽ തെറ്റായ അറിവിനെ വചനത്തിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കി പരിശോധിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലരും വിശ്വസിക്കുന്നത് ബൈബിൾ നോക്കിയിട്ടോ ബൈബിൾ പഠിച്ചിട്ടോ അല്ല. ബൈബിൾ വായിച്ചു പോലും ഇല്ലാത്തവരും വിശ്വസിക്കുന്നുണ്ട് ബൈബിളിലെ ദൈവത്തെ, ബൈബിളിലെ ക്രിസ്തുവിനെ. ബൈബിളിലെ ക്രിസ്തു ആരെന്ന് അറിയണമെങ്കിൽ ബൈബിൾ നോക്കണം, ബൈബിളിലെ ദൈവം ആരെന്ന് നോക്കണമെങ്കിൽ ബൈബിൾ നോക്കണം. അത് നോക്കാതെ തൻ്റെ അപ്പനോ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ച് പോകുന്നത്. അവർക്ക് തെറ്റിയാൽ അവർ പറയുന്നത് കേട്ട്, അവരുടെ വിശ്വാസം തെറ്റാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസവും തെറ്റും. ഇതാണ് സത്യം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് ദൈവം വ്യക്തിപരമായി താങ്കളോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ ഉത്തരം എനിക്കും താങ്കൾക്കും മാത്രം ഉള്ളതാണ് എന്നുകൂടെ ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്നിട്ട് അവിടെ പറയുന്നത്, ജാതികൾ കോപിച്ചു, നിൻ്റെ കോപവും വന്നു. അപ്പോൾ ഏതാണ് ഈ യേശുക്രിസ്തു ലോകത്തിനും രാജാവായി തീർന്നപ്പോഴാണ്. അപ്പോൾ അതാണ് ഈ മൂപ്പന്മാർ
ഇട്ടിട്ട് പറയുന്നത്, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലം വന്നു. അതാണ് നമ്മൾ നേരത്തെ വായിച്ച 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന് ലോകരാജ്യത്വം യേശുക്രിസ്തുവിനായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും, അവൻ എന്നേക്കും ഭരിക്കും, എന്ന് അവൻ എന്നേക്കും അധികാരം നടത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ചെറിയവർക്കും വലിയവർക്കും ഉള്ള എല്ലാവർക്കും നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ അപ്പോൾ ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർ. അപ്പോൾ ചെറിയവരും വലിയവരും എന്നൊക്കെ പറയുന്ന ഭക്തന്മാർ എന്ന് പറയുമ്പം ഭക്തന്മാരിൽ ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം വരും, ഇല്ലേ? അപ്പോൾ ചെറിയവരും വലിയവരും ഉണ്ട്. അപ്പോൾ അതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും യേശുക്രിസ്തുവിന് ലഭിച്ച ഒരു മാന്യതയും പ്രതിഫലവും ഒക്കെ നമുക്ക് ലഭിക്കുമോ? കിട്ടത്തില്ല. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ലഭിച്ച ഒരു മാന്യത നമുക്കുണ്ടാകുമോ? ഇല്ല. പക്ഷേ നിത്യജീവൻ എന്ന സംഗതി സംബന്ധിച്ച് യേശുക്രിസ്തുവിനും എനിക്കും താങ്കൾക്കും അബ്രഹാമിനും ഏലിയാവിനും ഏലീശായ്ക്കും ഒക്കെ ലഭിക്കുമ്പോൾ ആ നിത്യജീവനെ സംബന്ധിച്ച് ഒരൊറ്റ സംഗതിയുള്ളൂ. നിത്യജീവൻ തന്നെ. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളില്ല. അപ്പം എന്നാൽ ചെറിയവരും വലിയവരുമായി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കത് സംഭവിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിലും നിത്യജീവനും പ്രാപിച്ചാകുമ്പോൾ ഈ ചെറിയവരും വലിയവരും എന്താണെന്നുള്ളത് യഥാർത്ഥമായി ഇന്ന് പലതും അതിനെക്കുറിച്ച് പറയാനും കേൾക്കാനും ഒക്കെയുണ്ട്, പല വ്യാഖ്യാനങ്ങളുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് നമ്മളവിടെ എത്തുമ്പോഴാണ്. അതിന് നമ്മൾ ഓരോരുത്തരും അവിടെ എത്തുമെങ്കിൽ അത് അറിയാനുള്ള അവസരവും നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, വിശ്വസിക്കാം. അവിടുന്ന് പിന്നെ ആ അധ്യായം അവിടെ അവസാനിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. കന്മഴയൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, സ്വർഗത്തിലല്ല. മിന്നലുണ്ടാകുന്നതും സ്വർഗത്തിലല്ല. ഇടിമുഴക്കം ഉണ്ടാകുന്നതും ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുണ്ടാകുന്ന ഇതാണ് ഭൂകമ്പം. അപ്പോൾ സ്വർഗത്തിൽ ഭൂകമ്പം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പം എന്ന് പറയുന്നത് ഭൂമിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയും ഭൂമിയിൽ തന്നെ സംഭവിക്കുന്ന, കന്മഴയും ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് ഭൂമിയുടെ ആകർഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത് വീഴുന്നത്. എന്തെങ്കിലും ഒരു വസ്തു ഭൂമിയിലേക്ക് വീഴുന്നത്. അപ്പോൾ ഒരു സാധനം ആകാശത്ത് വന്നാൽ അത് താഴെ ഭൂമിയിലേക്ക് വീഴണമെങ്കിൽ അതിനൊരു ആകർഷണമുണ്ട്. അപ്പം അതും ഭൂമിയിൽ തന്നെയാണ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എവിടെയോ നടക്കുന്നതാണ്, അത് മേളിലെങ്ങാണ്ട് കണ്ടതാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒക്കെ ഭൂമിയിലാണ് സംഭവിക്കുന്നത്. ഈ യേശുക്രിസ്തു അധികാരത്തിൽ വരുന്നതും ഭൂമിയിൽ തന്നെയാണ്. ന്യായവിധി നടക്കുന്നതും ഭൂമിയിൽ തന്നെയാണ്. ഈ ശിക്ഷകൾ നടക്കുന്നതും രക്ഷയിലേക്ക് നടക്കുന്നതും നിത്യജീവൻ പ്രാപിക്കുന്നതും എല്ലാം ഭൂമിയിൽ തന്നെയാണെന്നുള്ള ബൈബിളിൽ നിന്നുള്ള അറിവിനെ അത് പലതും പരിശോധിച്ച് ആ അറിവ്, ഞാൻ പറയുന്നതല്ല, അറിവ് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും ആ സത്യം കണ്ട് മനസ്സിലാക്കുമ്പോൾ അത് തന്നെ ഉറയ്ക്കുകയും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തർക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങൾ വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി.